ഇന്ത്യയുടെ ഭൗമശാസ്ത്രപരമായ വിഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: ഇന്ത്യയുടെ ഭൗമശാസ്ത്രപരമായ വിഭാഗങ്ങൾ ഇവയാണ്. വടക്കൻ പർവ്വതമേഖല, വടക്കേ ഇന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഹിമാദ്രിയെക്കുറിച്ച് വിവരിക്കൂ. ഹിമാദ്രി വലിയ ഹിമാലയം അല്ലെങ്കിൽ ആന്തരിക ഹിമാലയം എന്നും അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്റർ ശരാശരി ഉയരമുണ്ട്. ഇതിന്റെ വീതി ഏകദേശം 25 കിലോമീറ്ററാണ്. മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഭൂരിഭാഗവും ഈ നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ മനസ്സിലാക്കാൻ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമന്റ് കാണുക. വിസിറ്റ് എജ്യൂബർസിവ് ഹെൽപ്പ് ബ്ലോഗ്. ബനിഹാൽ ചുരം ഏത് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നു? ബനിഹാൽ ചുരം ജമ്മുവിനെ കാശ്മീർ താഴ് വരയുമായി ബന്ധിപ്പിക്കുന്നു. ദാൽ തടാകം ഏത് നഗരത്തിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിന്റെ പ്രാധാന്യം എന്താണ്? ദാൽ തടാകത്തിന്റെ തീരത്താണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രമാണ്. മാർഗുകൾ എന്നത് എന്താണ്? ഉദാഹരണങ്ങൾ പറയൂ. വേനൽക്കാലത്ത് പർവ്വതചരിവുകളിൽ കാണപ്പെടുന്ന പുൽമേടുകളെയാണ് മാർഗുകൾ എന്നു പറയുന്നത്. സോൻമാർഗ്, ഗുൽമാർഗ് എന്നിവ ഉദാഹരണങ്ങളാണ്. ഇവ ശൈത്യകാല കായിക വിനോദങ്ങളായ മഞ്ഞിൽ സഞ്ചാരം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നു. ഹിമാലയത്തിലെ പ്രധാന നദികളും പർവ്വതനിരകളും ഏതെല്ലാം? ചിനാബ്, രവി, ബിയാസ് എന്നിവയാണ് പ്രധാന നദികൾ. ധൗളാധർ, പിർ പഞ്ചാൽ എന്നിവയാണ് പ്രധാന പർവ്വതനിരകൾ. കൂടുതൽ മനസ്സിലാക്കാൻ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമന്റ് കാണുക. വിസിറ്റ് എജ്യൂബർസിവ് ഹെൽപ്പ് ബ്ലോഗ്. ബുഗ്യാൽസ് എന്നത് എന്താണ്? ഗഡ്വാൾ മേഖലയിലെ 3000 മുതൽ 4500 മീറ്റർ വരെ ഉയരത്തിലുള്ള ആൽപൈൻ വേനൽപ്പുൽമേടുകളെയാണ് ബുഗ്യാൽസ് എന്നു വിളിക്കുന്നത്. ഇവ വേനൽക്കാലത്ത് പച്ചപ്പ് നിറഞ്ഞതായിരിക്കും. കാലാവസ്ഥാനുസരിച്ച് സഞ്ചരിക്കുന്ന ഇടയന്മാർ ഇവ ഉപയോഗിക്കുന്നു. ഡൂൺ എന്നത് എന്താണ്? ഉദാഹരണം പറയൂ. ഉത്തരം: ചെറിയ ഹിമാലയത്തിനും സിവാലിക് നിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന പരന്ന താഴ്വരക്കളയാണ് ഡൂൺ എന്നു പറയുന്നത്. ഡെറാഡൂൺ അതിന് ഉദാഹരണമാണ്. മധ്യ ഹിമാലയം മറ്റെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇത് എവിടെ നിന്ന് എവിടെ വരെ വ്യാപിക്കുന്നു? മധ്യ ഹിമാലയം നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഇത് കാലനദി മുതൽ ടീസ്റ്റ് നദി വരെ വ്യാപിച്ചു കിടക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇത് ഏത് ഹിമാലയ മേഖലയിലാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് കൊടുമുടിയാണ്. ഇത് മധ്യ ഹിമാലയ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ മനസ്സിലാക്കാൻ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമന്റ് കാണുക. വിസിറ്റ് എജ്യൂബർസിവ് ഹെൽപ്പ് ബ്ലോഗ്.